കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ UDF മന്ത്രിസഭയെക്കുറിച്ചാണ്. ഈ മന്ത്രിസഭയിൽ ആദ്യം പേരുദോഷം കേൾപ്പിക്കുന്ന വകുപ്പ് ഏതായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഭരണമേറ്റ് 2-3 ദിവസമല്ലേ ആയുള്ളൂ. കുറച്ചുകൂടി കഴിയട്ടെ, മന്ത്രിമാരൊന്ന് പച്ച പിടിക്കട്ടെ എന്നായിരിക്കും പലരുടെയും ഉത്തരം. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ചോദ്യം കേൾപ്പിച്ചു തരാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ KSRTC ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൗജന്യമായ യാത്ര ഒരു നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അതിനെങ്ങനെയാണ് KSRTC ഇപ്പോൾ KSRTC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്ര കണക്കനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? ഈ ചോദ്യം കേട്ടല്ലോ, വളരെ ലളിതമായ കൃത്യമായ ഒരു ചോദ്യം. നിങ്ങളാണ് മന്ത്രി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുത്തരമായിരിക്കും ഈ സാഹചര്യത്തിൽ നൽകുക? KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ സബ്സിഡിയായി നൽകുമെന്നോ, അല്ലെങ്കിൽ ധനവകുപ്പുമായി ആലോചിച്ച് അതിനൊരു ഫണ്ട് കണ്ടെത്തുമെന്നോ, അതുമല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗങ്ങൾ KSRTCക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നോ സ്വാഭാവികമായും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം പറയാൻ നിങ്ങൾ നോക്കും, അല്ലേ? ശരി, നിങ്ങളല്ലല്ലോ മന്ത്രി. എല്ലാം തികഞ്ഞ സാമ്പത്തിക ശാസ്ത്രം വിരൽ തുമ്പിലറിയാവുന്ന നമ്മുടെ യഥാർത്ഥ മന്ത്രി എന്തുത്തരം നൽകും? നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. അതിപ്പോ ഒരു പൊതുകാര്യം പറയാം. അതായത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് ജനങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. ഇനി കിട്ടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ സാധാരണക്കാരികളായ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് പോവുകയും ആശുപത്രികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണല്ലോ. അപ്പൊ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ ഭാരമാണ് അവർക്കുള്ളത്. ഞങ്ങൾ കാണുന്നത് ഇതിൽ കൂടെ പല കാര്യങ്ങളാണ് കാണുന്നത്. വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്ഥിരമായി ഒരു തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ഒരു മാധ്യമ പ്രവർത്തകയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വനിതയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന എംപ്ലോയി ആവട്ടെ, അവരെല്ലാ ദിവസവും പോകുമല്ലോ, വെറുതെ വല്ലപ്പോഴും കയറുകയല്ലല്ലോ. അപ്പോൾ ഒരു 25 ദിവസം അവർ പോകുന്നു. 50 രൂപ അവർക്ക് ചെലവ് വരുന്നുണ്ട് ഇരിക്കട്ടെ. അപ്പൊ 1000 രൂപയിലധികം അവർക്ക് ലാഭിക്കാമല്ലോ, അല്ലേ? അല്ല മിനിസ്റ്റർ, ഈ KSRTCക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ്, KSRTC മാത്രമല്ല, നമ്മൾ കേരളത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. നമ്മൾ ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന് ലാഭം എന്നുള്ള അർത്ഥത്തിൽ വല്ലതും ഇല്ലല്ലോ. അല്ല മിനിസ്റ്റർ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSRTCയിലും ജീവനക്കാരുണ്ട്. അവർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങാത്ത തരത്തിലുള്ള ഒരു കൊടുക്കും. ഇപ്പൊ ഞാൻ വരുന്നത് അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. പെൻഷൻ കൊടുക്കാനുള്ള സിസ്റ്റം കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. KSRTCക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും KSRTC ജീവനക്കാർ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, KSRTC എന്നുള്ള പേര് ഇതോടുകൂടി ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. ഉത്തരം കേട്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ പറയും, ഈ ഉത്തരത്തിന് ചോദ്യവുമായി വല്ല ബന്ധവുമുണ്ടോ? അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചോദിച്ചത് ഉപ്പുമാങ്ങയുടെ കാര്യമാണെങ്കിൽ മന്ത്രി പറഞ്ഞ ഉത്തരം അപ്പുമാമനെ കുറിച്ചാണ്. ഒരു ബന്ധവുമില്ലാത്ത ഉത്തരം. തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുമില്ല, എന്നാൽ തുപ്പാനും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതാണ് സാക്ഷാൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ മലയാളികൾ വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖമുണ്ട്. ഏത് സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചാലും അതിനെ അക്കങ്ങളെ കീറിമുറിച്ച് പോരായ്മകൾ എണ്ണി പറയുന്ന വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന ടാഗ് ലൈനിൽ വരുന്ന സാക്ഷാൽ CP ജോൺ. സ്റ്റുഡിയോയിലെ AC റൂമിലിരുന്ന് കണക്കുകൾ വാചാലമായി സംസാരിക്കാൻ വലിയ എളുപ്പമാണ്. എന്നാൽ ഒരു ഭരണചക്രം തിരിക്കുക, അതും KSRTC പോലൊരു വെള്ളാനയുടെ മുകളിൽ കയറിയിരുന്ന് അതിനെ നയിക്കുക എന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ടെലിവിഷൻ ചർച്ചകളിലെ വളവള സംസാരം ചിലവാകില്ല എന്ന് പുതിയ മന്ത്രിക്ക് വൈകാതെ തന്നെ മനസ്സിലാകും. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിച്ചറിവാണ് ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ വെട്ടി വീർക്കുന്ന മന്ത്രിയുടെ മുഖത്ത് നമ്മൾ കണ്ടത്. ചോദ്യം വളരെ കൃത്യമായിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ KSRTCക്ക് കോടികളുടെ നഷ്ടമുണ്ടാകും. ആ നഷ്ടം എങ്ങനെ നികത്തും? ഇത്രയും നാൾ ചാനലിലിരുന്ന് സാമ്പത്തിക ശാസ്ത്രം പ്രസംഗിച്ച ആളല്ലേ. കൃത്യമായൊരു പ്ലാൻ കയ്യിലുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മന്ത്രി പറഞ്ഞത് എന്താണ്? സ്ത്രീകൾ ദിവസവും ജോലിക്ക് പോകുന്നു, അവർക്ക് ദിവസവും 50 രൂപ ചിലവാകുന്നു, ഈ പദ്ധതി വന്നാൽ അവർക്ക് മാസം 1000 രൂപ ലാഭിക്കാം. അല്ല, മന്ത്രിയോട് ഒരു മറുചോദ്യം ചോദിക്കട്ടെ.
സ്ത്രീകൾക്ക് 1000 രൂപ ലാഭിക്കാമെന്നത് നല്ല കാര്യം തന്നെ, അതിലാർക്ക് തർക്കമില്ല. പക്ഷേ ഈ സ്ത്രീകൾ കൊടുക്കേണ്ടിയിരുന്ന ആ 1000 രൂപ KSRTCക്ക് നഷ്ടമാകുമല്ലോ. ആ നഷ്ടപ്പെടുന്ന തുക എങ്ങനെ കണ്ടെത്തുമെന്നല്ലേ ചോദ്യം വന്നത്. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല, ഒരു വിഷനുമില്ല. അതാണ് സത്യം. KSRTC എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്, പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റിനെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ് ഒരു മൈക്കിന് മുന്നിൽ ഉത്തരമില്ലാതെ പുള്ളിക്കാരൻ വിയർക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ട്വിസ്റ്റിലേക്ക് വരാം. ഈ സൗജന്യ യാത്ര എന്നതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒന്നല്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ വീട് വീടാന്തരം കയറി ഇറങ്ങി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ ഒരു വമ്പൻ വാഗ്ദാനമായിരുന്നു ഇത്. എന്തായിരുന്നു വാഗ്ദാനം? UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യാം. കേട്ട പാതി കേൾക്കാത്ത പാതി ജനങ്ങൾ കൈയടിച്ചു. എന്നാൽ അധികാരത്തിലേറി മന്ത്രിസഭ രൂപീകരിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ വലിയ വാഗ്ദാനത്തിൽ നിന്ന് UDF സർക്കാർ പതുക്കെ മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെ വേണമെങ്കിലും സൗജന്യ യാത്ര എന്ന് പറഞ്ഞവർ ഇപ്പോൾ ട്രാക്ക് മാറ്റുകയാണ്. പുതിയ ആലോചനകൾ പ്രകാരം എന്താണ് വരാൻ പോകുന്നതെന്നോ? വെറും ഓർഡിനറി ബസ്സുകളിലും പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും മാത്രമായി സൗജന്യം ചുരുക്കാനാണ് നീക്കം. സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ്, AC വോൾവോ പോലെയുള്ള ലക്ഷറി ബസ്സുകളിലും അതുപോലെ ബജറ്റ് ടൂറിസം ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്നു മാത്രമല്ല, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ തന്നെ ഒരു നിശ്ചിത ദൂരം വരെ മാത്രമേ ഈ സൗജന്യം ലഭിക്കൂ എന്നൊരു കടും വെട്ടും വരാൻ പോകുന്നുണ്ട്. ഇതാണോ നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ പറഞ്ഞത്? ജൂൺ 15 മുതൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. വരുമാന പരിധി നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാമെന്നും പ്രത്യേക കാർഡുകൾ വേണ്ടെന്നും പറയുന്നു. വളരെ നല്ലത്. ഒരു ദിവസം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടെന്നറിയാൻ ജെൻഡർ ടിക്കറ്റിംഗ് എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ടത്രേ. നല്ല കാര്യം. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ബോംബിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം മറ്റു ബസ്സുകളെ മാറ്റി നിർത്തി വെറും ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഈ സൗജന്യ യാത്ര അനുവദിച്ചാൽ പോലും KSRTCക്ക് പ്രതിമാസം ഉണ്ടാകാൻ പോകുന്ന ബാധ്യത 60 കോടി രൂപയിലധികമാണ്. മാസം 60 കോടി രൂപ. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന, ദിനം പ്രതി 100 കണക്കിന് ബസ്സുകൾ കട്ടപ്പുറത്ത് കിടക്കുന്ന കേരളത്തിലെ KSRTCയുടെ നെഞ്ചത്തേക്കാണ് പ്രതിമാസം 60 കോടിയുടെ ഈ അധിക ഭാരം കൂടി വന്നു വീഴാൻ പോകുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത് അവിടെയാണ്. ഈ ബാധ്യത KSRTC എങ്ങനെ താങ്ങും? അതിന് പകരമായി സർക്കാർ ഫണ്ട് നൽകുമോ? KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകുക എന്നതല്ലാതെ ഈ പദ്ധതി നടപ്പാക്കാൻ വേറെ മാജിക്കൊന്നുമില്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം. പക്ഷേ നമ്മുടെ സാമ്പത്തിക വിദഗ്ധനായ മന്ത്രി CP ജോണിന് മാത്രം ഇനിയും അത് മനസ്സിലായിട്ടില്ല. മന്ത്രിയായി ചാർജ് എടുത്ത് ഇത്രയും ദിവസമായിട്ടും തൻ്റെ സ്വന്തം വകുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയുടെ സാമ്പത്തികാഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് അദ്ദേഹം പഠിച്ചിട്ടുമില്ല, പരിശോധിച്ചിട്ടുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം. KSRTCയിലെ ജീവനക്കാർക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല എന്ന്. ആശങ്കയില്ലേ? ശമ്പളം മുടങ്ങുമ്പോൾ സമരം ചെയ്യുന്ന ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാം അവരുടെ ആശങ്ക എന്തെന്ന്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുടെ നെഞ്ചിടിപ്പ് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണോ ഈ വകുപ്പ് ഭരിക്കുന്നത്? ഇതിനർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? ഭരണത്തിൻ്റെ കടിഞ്ഞാൻ മന്ത്രിയുടെ കയ്യിലല്ല, മറിച്ച് പന്ത് ഉദ്യോഗസ്ഥരുടെ കോർട്ടിലാണെന്നാണ്. ധനവകുപ്പിലെയോ ഗതാഗത വകുപ്പിലെയോ ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കാൻ സാധ്യതയില്ല. അവർ ഇനി UDF അനുകൂലികളായ ഉദ്യോഗസ്ഥരായാൽ പോലും നിലവിൽ KSRTC നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും സാമ്പത്തിക ഞെരുക്കവും കൃത്യമായി അറിയാവുന്ന അവർ ഈ വലിയ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാകില്ല. സർക്കാർ കൃത്യമായ സബ്സിഡി ഉറപ്പ് നൽകാതെ ഒരു ഫയലും അവിടെ നീങ്ങില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ ദീർഘവീക്ഷണമില്ലാതെ വെറുമൊരു പ്രഹസനത്തിനു വേണ്ടി ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ കൂടിയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പദ്ധതിയുടെ അന്തിമ രൂപരേഖ വരുമെന്നാണ് പറയുന്നത്. അന്തർജില്ലാ സർവീസുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ബസ്സുകളിലും ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF മന്ത്രിസഭയിൽ ആദ്യം ജനങ്ങളുടെ ഇടയിൽ പേരുദോഷം കൽപ്പിക്കാൻ പോകുന്ന വകുപ്പ് ഏതാണെന്ന ചോദ്യത്തിന് ഇനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും. ചാനലുകളിലിരുന്ന് സംസാരിക്കുന്നത്ര എളുപ്പമല്ല ഭരണമെന്ന് ഈ മന്ത്രിസഭയെ പഠിപ്പിക്കാൻ പോകുന്നത് CP ജോൺ എന്ന ഈ സാമ്പത്തിക വിദഗ്ധൻ തന്നെയായിരിക്കും. KSRTCയുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും ഒരു സമരം, വീണ്ടും ശമ്പളം മുടക്കം, ഒടുവിൽ സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം പാതി വഴിയിൽ ഉപേക്ഷിക്കൽ. ഇതിലേക്ക് തന്നെയാകും കാര്യങ്ങൾ പോവുക എന്ന് മന്ത്രിയുടെ ഈ ഒരൊറ്റ മറുപടിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു.
എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പ്രത്യാശിക്കാനുള്ളൂ.